കൂറുമാറാൻ ഒരവസരം കിട്ടിയിരുന്നുവെങ്കിൽ കൂറുമാറാമായിരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF 8 നിലയിൽ പൊട്ടും എന്ന് ഏതാണ്ട് ലക്ഷണമൊക്കെ കണ്ടു തുടങ്ങിയ സ്ഥിതിക്ക് മറുകണ്ഠം ചാടാൻ ഒരുങ്ങുകയാണ് മാണിച്ചക്കനും സംഘവും. കാറ്റിനൊപ്പം തൂറ്റുക, അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുക എന്ന അപ്പൻ മാണിയുടെ അതേ ചിത്താന്തമാണ് മാണിച്ചക്കനും തുടരുന്നത്. അപ്പനെ കാട്ടുകള്ളൻ എന്ന് വിളിച്ച് തേജോവധം ചെയ്ത LDFന്റെ ഘടകകക്ഷിയായി മകൻ മാണി തൻ്റെ അപ്പനേക്കായാലും തൊലിക്കട്ടിയുള്ളവനാണെന്ന് തെളിയിച്ച് കാണിച്ചു. എന്നാൽ മാണിച്ചക്കൻ്റെ തീരുമാനപ്രകാരമല്ല KCOM LDFിലേക്ക് പോയത്. അത് കേരള കോൺഗ്രസിൻ്റെ ഉടമസ്ഥരായ കത്തോലിക്ക മെത്രന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് KCOM LDFിലേക്ക് പോയത്. കത്തോലിക്ക സഭയുടെ ചരിത്രം പരിശോധിച്ചാലും നമുക്കറിയാം, അവർക്കും യാതൊരു സ്ഥായിയായ നിലപാടുമില്ല. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നതാണ് അവരുടെയും സ്ഥായിയായുള്ള നിലപാട്. ഏതവനാണെങ്കിലും നമ്മുടെ കാര്യം നടക്കണം. നിലവിലുള്ള ലക്ഷണശാസ്ത്രം വെച്ച് വരുന്ന തവണ UDFന് അനുകൂലമായ ഒരു തരംഗമാണ് കാണുന്നത്. അതുകൊണ്ട് കത്തോലിക്ക സഭയിലെ കൂതാശ മുതലാളിമാർ ജോസ്മോന് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു, മോനെ കൂറുമാറാനുള്ള ലാക്ക് നോക്കി UDFിലേക്ക് ചാടിക്കൂ എന്ന്. അതിൻ്റെ ബ്രോക്കർ ഫീസും മെത്രായോളികൾ ചോദിച്ചു വാങ്ങും. അതുവഴി മുഖ്യ മന്ത്രിയെ വരെ നിയമിക്കുവാനുള്ള അവകാശം അവർ കരസ്ഥമാക്കിയെടുക്കും. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തങ്ങളുടെ ചണ്ണിക്കുട്ടനെ കൊണ്ടിരുത്തിയത് കണ്ടില്ലേ? UDFന്റെ സ്റ്റിയറിംഗ് പ്രധാനമായും നിയന്ത്രിക്കുന്നത് ഞങ്ങളുടെ കത്തോലിക്ക മെത്രാന്മാരുടെ നാറിയ അരമനകളിൽ നിന്നും അങ്ങ് പാണക്കാട് തങ്ങന്മാരുടെ പുരകളിൽ നിന്നുമായിരിക്കും. അതായാലും ആജ്ഞ കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ജോസ്മോൻ പണിയും തുടങ്ങി. അതുകൊണ്ടാണ് നിന്നിപ്പിൽ ജോസ്മോൻ ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലനം ചെയ്യുവാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഉടനടി നിയമഭേദഗതി വരുത്തണം, ഈ വിഷയം ചർച്ച ചെയ്യുവാൻ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കണം, മനുഷ്യസുരക്ഷ ഉറപ്പാക്കുവാൻ എത്രയും വേഗം നിയമഭേദഗതിയും നിയമനിർമ്മാണവും നടത്തണമെന്ന് ആവശ്യപ്പെട്ടത്. 9 കൊല്ലം അവന് പിരിവെട്ടിയിരിക്കുകയായിരുന്നു ഇത് പറയുവാൻ. ഇപ്പോഴാണ് ബോധോദയമുണ്ടായത്. മാണിച്ചക്കൻ്റെ പ്രസ്താവന കേട്ട് CPMകാർ പോലും വാവളർന്നു നിൽക്കുവാൻ കാരണം കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഇപ്രകാരം ഒരു നിയമഭേദഗതി വേണം എന്ന് നിയമസഭ ഏകകണ്ഠമായി ഒരു പ്രമേയം പാസാക്കിയത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലായിരുന്നു. കഷ്ടിച്ച് 1 വർഷം പിന്നിട്ടപ്പോഴാണ് ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് സർക്കാരിനോട് ഇപ്രകാരം ഒരു ആവശ്യം വീണ്ടും നടത്തിയിരിക്കുന്നത്. ജോസുമോവും വാവിന് മുമ്പേ വാലുപൊക്കി തുടങ്ങിയത് എന്തിനാണെന്ന് LDFകാർക്ക് നന്നായി മനസ്സിലായി കഴിഞ്ഞു. അതും പിണറായി നാട്ടിലില്ലാത്ത തക്കം നോക്കി ഇപ്രകാരം ഒരു ആവശ്യം ഉന്നയിച്ചത് എന്ത് മുന്നിൽ കണ്ടിട്ടാണ് എന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് പാഴൂർ പഠിപ്പുര വരെ ഒന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. ഒരു വശത്ത് ക്രൈസ്തവ സഭകൾ വന്യജീവി വിഷയത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പിണറായിയുടെ വെറുപ്പിക്കലും മറ്റ് ജനദ്രോഹ നടപടികളും മാത്രമല്ല, വന്യജീവി ആക്രമണങ്ങളും നിലമ്പൂരിൽ ഇടതുപക്ഷത്തിൻ്റെ നാണംകെട്ട പരാജയത്തിന് ആക്കം കൂട്ടിയ ഘടകങ്ങളാണ്. പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയ ഈ വിഷയം ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് തന്നെ ഇപ്പോൾ ഉന്നയിച്ചതിന് പിന്നിൽ മാണിച്ചക്കൻ്റെയും പാർട്ടിയുടെയും UDFിലേക്കുള്ള കൂറുമാറ്റത്തിൻ്റെ ആദ്യ സിഗ്നലായാണ് ഇടതുപക്ഷം കാണുന്നത്. കേരള കോൺഗ്രസിൻ്റെ പ്രധാന വോട്ട് ബാങ്കായ ക്രൈസ്തവ സഭകൾ നാളുകളായി ഉന്നയിക്കുന്ന ആവശ്യമാണ് ഇപ്പോൾ ജോസ് കെ മാണിയും ഉന്നയിച്ചിരിക്കുന്നത്. വന്യജീവി വിഷയത്തിൽ സർക്കാർ തികഞ്ഞ പരാജയമാണെന്ന സഭകളുടെ വാദം മറ്റൊരു വിധത്തിൽ ജോസും ഇപ്പോൾ കൂടെ നിന്ന് അവരോടൊപ്പം പാടുകയാണ്. LDF ഇടില്ലെന്ന് മാണിച്ചക്കൻ ആവർത്തിക്കുമ്പോഴും കത്തോലിക്ക സഭ അങ്ങോട്ട് ചാടറ കുഞ്ഞിരാമ എന്ന് ആജ്ഞാപിക്കുമ്പോൾ ചാടാതിരിക്കുവാനുള്ള പ്രാപ്തിയൊന്നും ഈ മാണിച്ചക്കനില്ലല്ലോ. ഈ മാണിച്ചക്കനും മെത്രായോളികൾക്കും എന്തേ ഒരേ സ്വരമെന്ന് കേരളത്തിലെ പ്രബുദ്ധരായ മൊണ്ണകൾ എന്തുകൊണ്ട് ഇതുവരെ ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല? കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് LDFന്റെ ഒപ്പം നിന്ന് വനം കയ്യേറിയ സ്ഥലത്ത് മുഴുവനും പട്ടയം ഒപ്പിച്ചെടുത്തു. കൈയിട്ട് വരാവുന്ന നല്ലൊരു വകുപ്പും ഒപ്പിച്ച് കാര്യമായി ഉണ്ടാക്കുകയും ചെയ്തു. ഇനി അടുത്ത ഒരു 5 കൊല്ലം സുരക്ഷിതമാകണമെങ്കിൽ പതുക്കെ UDF പാളയത്തിലേക്ക് ചേക്കേറണം. അതിനുള്ള ആദ്യപടിയാണിത്. കത്തോലിക്ക സഭയുടെ പാല, കോതമംഗലം, തലശ്ശേരി, താമരശ്ശേരി രൂപതാ ബിഷപ്പന്മാർ വന്യജീവി ശല്യത്തിനെതിരെ കുരിശുമായി ഇടതുപക്ഷത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിക്കഴിഞ്ഞു. നിലമ്പൂർ വിജയത്തിൻ്റെ പിതൃത്വം അവസരവാദികളായ കത്തോലിക്ക മെത്രാന്മാർ ഏറ്റെടുത്തും കഴിഞ്ഞു. നിലമ്പൂരിലെ ക്രൈസ്തവ വോട്ടർമാർ ഒന്നടങ്കം സർക്കാരിനെതിരെ തിരിഞ്ഞെന്നുള്ള മുന്നറിയിപ്പായാണ് അവർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമായ 435 പഞ്ചായത്തുകളിൽ ബഹുഭൂരിപക്ഷവും ക്രൈസ്തവ ഭൂരിപക്ഷം ഉള്ളവയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ മാണിച്ചക്കൻ്റെ പാർട്ടിക്ക് LDFന് വേണ്ടി എത്ര വോട്ട് നേടാനായി എന്ന ഒറ്റ ചോദ്യം മതി മാണിച്ചക്കൻ്റെയും കത്തോലിക്ക സഭയുടെയും വിശ്വാസികളിന്മേൽ അവർക്കുള്ള പിടി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലെ
ഷോൺ ജോർജും പി സി ജോർജും കത്തോലിക്ക മെത്രാന്മാരും ഒക്കെ പറഞ്ഞിട്ടാണ് ഒരു കത്തോലിക്കനെ പിടിച്ച് നിലമ്പൂരിൽ നിർത്തിയത്. എന്നിട്ടെന്തായി? അയാൾ കുറച്ച് വോട്ട് പിടിച്ച് അത് UDF-ന്റെ സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണമായിരുന്നു എങ്കിൽ ഈ മെത്രായോളികൾ കണ്ടോ, ഞങ്ങൾ വോട്ട് മറിച്ചത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് അതിൻ്റെ ക്രെഡിറ്റും ഇവന്മാർ എടുത്തേനെ. കർഷക പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വന്യജീവി വിഷയത്തിൽ ഇനിയും വായും മൂടി നിന്നാൽ ഇത്തവണയോടുകൂടി മാണി കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്ന ആ തിരിച്ചറിവാണ് മാണിച്ചക്കൻ ഇപ്പോൾ നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നിൽ എന്ന് മറ്റൊരു അഭിപ്രായവുമുണ്ട്. അപ്പൻ മാണിക്കും കത്തോലിക്ക മെത്രാന്മാർക്കും വേണ്ടി ഉണ്ടാക്കിയ ഒരു നാറിയ പ്രസ്ഥാനം ഇന്ന് അതിൻ്റെ പ്രസക്തി എന്താണ്? ഈ കേരളത്തിൽ അൻവറിനെ അകറ്റി ദൂരെ നിർത്തിയതുപോലെ ഈ അവസരവാദികളായ കുറ്റിച്ചൂലുകളെ യാതൊരു കാരണവശാലും UDF-ൽ അടുപ്പിക്കരുത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി അപ്പൻ മാണി മരിച്ചതോടുകൂടി ഈ പാർട്ടിയുടെ പ്രസക്തി നശിച്ചത് നാം കണ്ടു കഴിഞ്ഞതാണ്. മാണിച്ചക്കൻ നിന്നാൽ സ്വന്തം മണ്ഡലത്തിൽ പോലും കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്നിരിക്കെ ഇടുക്കിയിൽ കൊള്ളാവുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ പുഷ്പം പോലെ ജയിച്ചു കയറാം എന്നിരിക്കെ ഈ അലവലാദികളെ എന്തിന് ചുമക്കുവാൻ UDF പോകണം? LDF-ന്റെ ഘടകകക്ഷികളായ ഇവന്മാർ അവിടെ നിന്നാൽ നാട്ടുകാർ ഇവന്മാരെ അറിഞ്ഞ് തോൽപ്പിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. സതീശന് ഇതിനും ആർജവും ഉണ്ടാകും എന്ന് കരുതുന്നു. കോൺഗ്രസിലെ മിടുക്കന്മാരായ നേതാക്കൾക്ക് അവസരം കൊടുക്കുക, അവസരവാദികളായ ഈ നാറികളെ കണ്ടം വഴി ഓടിക്കുക. സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓരോ അക്ഷരവും അറ്റത്ത് ചേർത്ത് ഓരോ പുളിന്താന്മാർ ഉണ്ടാക്കിയ ഇത്തരം ഈർക്കിൽ പാർട്ടികൾ ഇല്ലാതാകേണ്ടുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കുന്നില്ലെങ്കിൽ ആ കാരണം പറഞ്ഞ് കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കുലംകുത്തിച്ചക്കനും കൂട്ടരും മുന്നണി വിടുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് CPM നേതൃത്വം മുന്നോട്ട് പോകുന്നത്. മാണിച്ചക്കനെയും UDF-ൽ വലിച്ചു കയറ്റാൻ നോക്കുന്നത് ഉസ്മാൻ രമേശും സരിതാ വേണുഗോപാലും ആണെന്നതാണ് അടുത്ത തമാശ. പണിയാൻ കൂടെ നിൽക്കുവാൻ ആള് വേണ്ടേ? അതുകൊണ്ടാണ് i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.